ഹായ് ഗൈസ്, വെൽക്കം ടു ഫൈൻ വൈസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്നാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഒന്നാമത്തത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിനകത്ത് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനും ഓണറും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇതിൽ ഓണറിൻ്റെ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ഒന്നും ഓർഗനൈസേഷൻ്റെ ട്രാൻസാക്ഷനകത്ത് ഇൻക്ലൂഡഡ് ആവുന്നില്ല. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മളെല്ലാ ട്രാൻസാക്ഷൻസും വ്യൂ ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും എല്ലാം ഓർഗനൈസേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കും. അതേപോലെ ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നതും ഓർഗനൈസേഷൻ്റെ ഒരു ഒബ്ലിഗേഷനാണ്. ഇതാണ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിനകത്ത് പറയുന്നത്. രണ്ടാമത്തേതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മൾ അക്കൗണ്ടിങ് നടത്തുന്നത് ബിസിനസ് കുറേ കാലത്തിന് ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തോടെ ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റിന് പ്രകാരമായിരിക്കും നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ അക്കൗണ്ടൻ്റ് അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ഒക്കെ വാല്യൂസ് ക്യാരി ഫോർവേഡ് ചെയ്യുമായിരിക്കും ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിങ് പീരീഡിലോട്ട്. ഇവിടെ നമ്മുടെ ഓർഗനൈസേഷൻ അസ്യൂം ചെയ്യുവാണ് നമ്മുടെ ബിസിനസ് കുറേ കാലത്തേന് എക്സിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യും എന്ന്. തേർഡ് വൺ പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഈ ഒരു പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത് നമ്മുടെ ബിസിനസ് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം പീരിയോഡിക്കായിട്ട് റിപ്പോർട്ട് ചെയ്യുമെന്നാണ്. അടുത്തത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. നമ്മൾ മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അടുത്തത് ഡ്യുവൽ കൺസെപ്റ്റ്. ഈ ഒരു ട്രാൻസാക്ഷൻസ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിലായിരിക്കും ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു ഐറ്റം നമ്മൾ ഡെബിറ്റ് ചെയ്താൽ മറ്റൊരു ഐറ്റത്തെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അതേപോലെ അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലാണ്. അടുത്തത് അക്രൂവൽ കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത് നമ്മൾ ടോട്ടൽ ഇൻകം ഏൺ ചെയ്താലും അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് ഇൻക്വയറി ചെയ്താലും അതെല്ലാം നമ്മൾ എവിടെ കാണിക്കും? നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ കാണിക്കും. ഇനിയിപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു ഇൻകം റിസീവ് ചെയ്തില്ലെങ്കിലും എക്സ്പെൻസ് പെയ്ഡ് ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കും. അടുത്തത് മാച്ചിങ് കൺസെപ്റ്റ്. ഇവിടെ പറയുന്നത് നമ്മുടെ എക്സ്പെൻസസ് എല്ലാം തന്നെ റവന്യൂസ് ആയിട്ട് മാച്ച് ചെയ്യൂ എന്നാണ്. ലാസ്റ്റ് വൺ കോസ്റ്റ് കൺസെപ്റ്റ്. നമ്മുടെ ഓർഗനൈസേഷൻ എല്ലാ അസറ്റുകളെയും റെക്കോർഡ് ചെയ്യുന്നത് പർച്ചേസ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റുകളിനകത്ത് വരുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.